Next we are going to discuss energy eigenkets. To evaluate the effect of time evolution operator on ket alpha, first we have to consider how it acts on the base kets used in expanding alpha. അതായത് ഒരു കെറ്റ് ആൽഫയുടെ മുകളിൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എങ്ങനെ ആക്ട് ചെയ്യുന്നു നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ കെറ്റ് ആൽഫ എക്സ്പാൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബേസ് കെറ്റ്സിൻ്റെ മുകളിൽ എങ്ങനെ ഈ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണം. എന്നാൽ മാത്രമാണ് സ്റ്റേറ്റ് കെറ്റിന് മേലെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എങ്ങനെ ആക്ട് ചെയ്യും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബേസ് കെറ്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെറ്റ് എ ഡാഷ് എന്നാണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഈ ബേസ് കെറ്റ്സ്, അതായത് കെറ്റ് എ ഡാഷ്, വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് ദ ഐഗൻ കെറ്റ്സ് ഓഫ് ആൻ ഓപ്പറേറ്റർ എ. അതായത് എ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്ററുടെ ഐഗൻ കെറ്റ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ബേസ് കെറ്റ്സ് എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു 0. കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ആൻഡ് എച്ച് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഈ ബേസ് കെറ്റ്സ് എയുടെ ഐഗൻ കെറ്റ് ആണെങ്കിൽ അത് ഏതിൻ്റെ കൂടെ ഐഗൻ കെറ്റ് ആയിരിക്കും? എച്ചിൻ്റെ കൂടെ ഐഗൻ കെറ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്താണ് എയുടെയും എച്ചിൻ്റെയും ആ രണ്ട് ഓപ്പറേറ്റേഴ്സിൻ്റെയും കമ്മ്യൂട്ടേഷൻ, രണ്ട് ഓപ്പറേറ്ററും കമ്മ്യൂട്ട് ചെയ്യുക, അതായത് അതിൻ്റെ കമ്മ്യൂട്ടേറ്റർ എന്താവുക? 0 ആവുക. ഇവിടെ എച്ച് എന്ന് പറയുന്നത് ഈസ് നോൺ എസ് ദ ഹാമിൽട്ടോണിയൻ. എച്ച് ഓപ്പറേറ്ററാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ ആൻഡ് ദ ഐഗൻ കെറ്റ്സ് ഓഫ് ഓപ്പറേറ്റർ എച്ച് ഈസ് നോൺ എസ് ദ എനർജി ഐഗൻ കെറ്റ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന കെറ്റ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? എനർജി ഐഗൻ കെറ്റ്സ് ആണ്. ആ ഒരു എനർജി ഐഗൻ കെറ്റ്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യാം? ഇ എ ഡാഷ് ആയിരിക്കും. അതായത് ഇഫ് എച്ച് ആക്ട് ഓൺ കെറ്റ് എ ഡാഷ് ദെൻ വി വിൽ ഗെറ്റ് ഇ എ ഡാഷ് എ ഡാഷ്. നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ നമ്മൾ ഈ ഒരു ബേസ് കെറ്റ്സിൻ്റെ ടേമിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. ആ ഒരു എക്സ്പാൻഷനാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ഈ ബേസ് കെറ്റ്സ് ടേമിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ടൈം കൺസിഡർ ചെയ്യുന്നത്, അതായത് ഇനീഷ്യൽ ടൈം 0 ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ യു ഓഫ് t0 എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ IH t-t0/h ആയിരുന്നു. ഇവിടെ t0ക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? എക്സ്പൊണൻഷ്യൽ ഒരു മൈനസ് ഉണ്ട് ഇവിടെ, അത് -i ആണ്. അതെന്തായിട്ട് മാറും? എക്സ്പൊണൻഷ്യൽ -IHT/h ആയിട്ട് മാറും. t0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഇത് ഈ ഒരു, അതായത് ഔട്ടർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് ആണ് ഈ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ടേമിലാണ് നമ്മൾ ഈ ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം സമേഷൻ എ ഡാഷ് ഔട്ടർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത്, സമേഷൻ എ ഡാഷ് ഔട്ടർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ സമേഷൻ എ ഡബിൾ ഡാഷ് ഔട്ടർ പ്രൊഡക്റ്റ് ഓഫ് എ ഡബിൾ ഡാഷ് എന്ന് പറയുന്നതും എന്തുതന്നെയാണ്? 1 ആണ്. ഇത് നിങ്ങൾ തൊട്ട് മുമ്പുള്ള ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിന് ഈ സമേഷൻ എ ഡാഷ് ഔട്ടർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതും എന്തുതന്നെയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. ഇനി ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഇക്വേഷനിൽ ഈ സമേഷൻ എ ഡാഷ് നമ്മൾ അതുപോലെ തന്നെ അവിടെ വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? ഈ സമേഷൻ എ ഡബിൾ ഡാഷ് ആണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ
ഈ ഒരു ടേമിൽ ഫസ്റ്റ് ഏതുണ്ടാവും? എ ഡാഷ് വരും, പിന്നെ എ ഡബിൾ ഡാഷ് വരും, എ ട്രിപ്പിൾ ഡാഷ് വരും. അങ്ങനെ അതിനാണ് നമ്മൾ സമേഷൻ എന്ന് പറയുമ്പം ഒരു വാല്യൂ മുതൽ വേറൊരു വാല്യൂ വരെയുള്ള ഉണ്ടാവും. അത് നമ്മൾ ഒരുമിച്ച് ചെയ്യാനാണ് നമ്മൾ ഈ സമേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സമേഷൻ ഇതിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് ടേമിൻ്റെ ഒരു സമ്മായിരിക്കും ഉണ്ടാവുക. അതിലുള്ള ഫസ്റ്റ് 2 ടേമാണ് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇവിടെയുള്ള ഈ എ ഡബിൾ ഡാഷിന് നമ്മൾ ആദ്യം എ ഡാഷ് കൊടുക്കണം, പിന്നെ എ ഡബിൾ ഡാഷിന് എ ഡബിൾ ഡാഷ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സമ്മായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഈ സമേഷൻ ഇതിൽ ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഈ ഡബിൾ ഡാഷിന് ഇവിടെ എ ഡാഷ് കൊടുത്തിട്ടുള്ള ഒരു ടേം കിട്ടും. ഈ എക്സ്പൊണൻഷ്യൽ ടേമും ഇതും അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. പ്ലസ് രണ്ടാമത്തത് എന്ത് വരും? ഇതിന് എ ഡബിൾ ഡാഷ് കൊടുക്കും, ഇത് രണ്ടും അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. ഈ ഒരു 2 ടേം നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ഈ മുകളിൽ തന്നിട്ടുള്ളൊരു ഇക്വേഷനിൽ സമേഷൻ എ ഡാഷ് അവിടെ തന്നെ നിർത്തി, അതിനുശേഷം സമേഷൻ എ ഡബിൾ ഡാഷ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയതാണിത്. അതിൽ 2 ടേമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ടേമിൽ ഈ എ ഡബിൾ ഡാഷിന് നമ്മൾ എ ഡാഷ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ടാമത്തതിൽ ഈ എ ഡബിൾ ഡാഷിന് നമ്മൾ എ ഡബിൾ ഡാഷ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ രണ്ടും അതേപോലെ തന്നെ 2ലും വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലുള്ള ഈ ഒരു ഫസ്റ്റ് ഇക്വേഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ രണ്ടാമത്തെ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഔട്ടർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് അതുപോലെ തന്നെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എക്സ്പൊണൻഷ്യൽ ടേം, അതായത് e⁻⁻ht/h×. ആ ഒരു എക്സ്പൊണൻഷ്യൽ ടേം നമ്മൾ എക്സ്പൊണൻഷ്യലിൻ്റെ എക്സ്പാൻഷൻ, അതായത് 1 + x² + x²/2 ഫാക്ടോറിയൽ, അങ്ങനെ ആ ഒരു എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ എഴുതിയതാണിത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? e⁻⁻⁻ht/h× 1 - iht/h× പ്ലസ് -iht²/2h² പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ലാസ്റ്റ് വരുന്ന ഈ ഒരു ടേം അതുപോലെ തന്നെ അവിടെ ഉണ്ട്. ഇനി നമ്മൾ ഈ ഓരോന്നിനെയും ഈ സമേഷൻ, അതായത് ഈ ഒരു എക്സ്പൊണൻഷ്യലിൻ്റെ എക്സ്പാൻഷനിലുള്ള ഓരോ ടേമിനെ കൊണ്ടും ഇതിനെ 2നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഫസ്റ്റ് വരുന്നത് 1 ആണ്. അപ്പോൾ ഈ 1നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് കിട്ടുക? ഇത് ഇൻറ്റു ഇതാണ് കിട്ടുക. അതാണ് ഈ ടേം, ഫസ്റ്റ് വരുന്ന ടേം. ഇനി രണ്ടാമത് എന്ത് ചെയ്യണം? -iht/h× കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ -it/h× അത് പുറത്തുണ്ടാവും. ഈ ഒരു ഔട്ടർ പ്രൊഡക്റ്റ് h വരും, പിന്നെ ഈ ഒരു ഔട്ടർ പ്രൊഡക്റ്റ്, അങ്ങനെയാണ് കിട്ടുക. രണ്ടാമത്തിൽ എന്ത് വരും? അതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -i²/2 വരും, t²/h² വരും, പിന്നെ ഫസ്റ്റ് ഔട്ടർ പ്രൊഡക്റ്റും ഈ ഔട്ടർ പ്രൊഡക്റ്റിൻ്റെ ഇടയിൽ ഇവിടെയുള്ള ഈ h² വരും, അതാണ് ഈ ടേം, പ്ലസ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഈ ഇക്വേഷനിലുള്ള ഈ ഫസ്റ്റ് ടേം മാത്രമാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സെക്കൻഡ് ടേം നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ടേം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഇതിൽ ഓരോ ടേമും നമ്മൾ സെപ്പറേറ്റ്ലി താഴെ ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് ടേം, അതായത് ഈ ടേം നമ്മൾ എടുക്കുക, അതാണിത്. ഈ ടേം നമ്മൾ എഴുതുന്ന സമയത്ത് ഔട്ടർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് ആണ് വരിക. അതിൻ്റെ സെൻറ്ററിൽ എന്ത് വരുന്നുണ്ട്? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1. അത് 1 ആയി മാറിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ബ്രാ എ ഡാഷ് ഗെറ്റ് എ ഡാഷ് ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ടേം നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ രണ്ടാമത്തെ ടേമിൽ ഈ എച്ച് ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? എ ഡാഷ് ഗെറ്റ് എ ഡാഷ് ആയിട്ട് മാറും. എച്ച് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആ ഗെറ്റ് എ ഡാഷിൻ്റെ മേലെ ആക്ട് ചെയ്യുമ്പം അത് എ ഡാഷ് ഗെറ്റ് എ ഡാഷ് ആയിട്ട് മാറും. എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഐഗൻ വാല്യൂ ആണ്, അത് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അത് എ ഡാഷ്
പിന്നെ ഇങ്ങനെയാണ് കിട്ടുക. ഇതിൽ സെൻറ്ററിൽ വരുന്നത് വീണ്ടും ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് 1 ആയിട്ട് മാറും. അതെന്ത് കിട്ടും? ഇ എ ഡാഷ് ഇൻറ്റു ഔട്ടർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് തന്നെ കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ടേമും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തും ഇവിടെയും എന്തുതന്നെയാണ് വരിക? ഇതേപോലെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. എച്ച് സ്ക്വയർ കെറ്റ് എ ഡാഷിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന സമയത്ത് അത് ഇ എ സ്ക്വയർ കെറ്റ് എ ഡാഷ് ആയിട്ട് മാറും. ആ ഇ എ സ്ക്വയർ നമുക്ക് പുറത്തെടുക്കാം. പിന്നെ അവിടെ എന്ത് വരും? ഇതേപോലെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് വരും അതിൻ്റെ ഉള്ളിൽ. ആ ഇന്നർ പ്രൊഡക്റ്റ് 1 ആയിട്ട് മാറും. പിന്നെ അവിടെ ഇ എ സ്ക്വയർ ഈ ഒരു ടേമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ഫസ്റ്റ് ടേം മാത്രം എടുത്തു. അതിൽ എക്സ്പൊണൻഷ്യലിൻ്റെ എക്സ്പാൻഷൻ കൊടുത്തു. ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതി. ആ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഓരോ ടേമിൻ്റെയും എന്തൊക്കെയാണ് വരിക എന്ന് കണ്ടുപിടിച്ചു. ഇതേപോലെ നമ്മൾ ഇവിടെയുള്ള ഈ രണ്ടാമത്തെ ടേം എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് എന്താ കിട്ടുക? എ ഡബിൾ ഡാഷ്, അതായത് ഇവിടെ നമുക്ക് ഒരു ഇന്നർ പ്രൊഡക്റ്റായിട്ട് ഇവിടെ ഇന്നർ പ്രൊഡക്റ്റായിട്ട് വന്നത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് തന്നെയാണ്. പക്ഷേ ഈ രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുക ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഒന്ന് എ ഡബിൾ ഡാഷും മറ്റേത് എന്തായിരിക്കും? എ ഡാഷും ആയിരിക്കും കിട്ടുക. അങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഇവിടെയും അതുപോലെ തന്നെ മൂന്നാമത്തെ ടേമിൽ നമുക്കൊരു ഇന്നർ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം നമ്മൾ എക്സ്പൊണൻഷ്യൽ കൊടുത്ത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ എത്ര ഹയർ ടേംസ് നമ്മൾ കൺസിഡർ ചെയ്താലും എച്ച് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇ എ ഡാഷ് ആയിട്ട് മാറും. ആ ഇ എ ഡാഷ് ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഔട്ടർ പ്രൊഡക്റ്റിൻ്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിൽ കിട്ടുന്ന ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ബേസ് കെറ്റ്സ് ആയിരിക്കില്ല. ഒന്ന് എ ഡാഷ് ആണെങ്കിൽ മറ്റേത് എ ഡബിൾ ഡാഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആയിട്ട് മാറുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ ഒരു ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഈ 3 വാല്യൂസ് മാത്രമേ നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. അത് നമ്മൾ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സമേഷൻ എ ഡാഷ് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ടേം എന്തായിട്ട് മാറി? ഔട്ടർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് ആയിട്ട് മാറി. രണ്ടാമത്തത് മൈനസ് ഐ ടി ബൈ എച്ച് ക്രോസ് അവിടെ ഉണ്ട്. ഇ എ ഡാഷ് ഔട്ടർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് ആയിട്ട് മാറി. മൂന്നാമത്തത് മൈനസ് ഐ സ്ക്വയർ ടി സ്ക്വയർ ബൈ 2h ക്രോസ് സ്ക്വയർ അവരുണ്ട്. പിന്നെ ഇ എ ഡാഷ് സ്ക്വയറും ഔട്ടർ പ്രൊഡക്റ്റ് ഓഫ് എ ഡാഷ് വരും. അതിലെല്ലാത്തിലും ഇത് കോമൺ ആയിട്ട് വരും. അത് നമ്മൾ പുറത്തെടുക്കുക. പിന്നെ ബാക്കി ഉള്ളിൽ ഇതാണ് ഉണ്ടാവുക. ഇതിനെ നമുക്ക് വീണ്ടും എക്സ്പൊണൻഷ്യലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇ റൈസ് ടു മൈനസ് ഐ ഇ എ ഡാഷ് ടി ബൈ എച്ച് ക്രോസ് എന്ന് കിട്ടും. ഇതാണ് ആ ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിന് ഏതിൻ്റെ ടേമിൽ? ഈ ബേസ് കെറ്റ്സിൻ്റെ ടേമിൽ, അതായത് ഈ ഒരു ഇതിൻ്റെ ടേമിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇത് എനർജി ഐഗൻ വാല്യൂ ആണ്. ഇത് ഈ ഒരു ഔട്ടർ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാലും പുറത്തിട്ട് കഴിഞ്ഞാലും സെയിം ആണ്, ഈക്വൽ ആണ്. ഇത് യൂസ് ചെയ്തിട്ട്, അതായത് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ്, അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഏതാണെന്ന് അറിയുമെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂണിറ്ററി ഓപ്പറേറ്ററിനെ നമ്മൾ എന്തിൻ്റെ ടേംസിൽ എക്സ്പാൻഡ് ചെയ്തു? ഈ ബേസ് കെറ്റ്സിൻ്റെ ടേംസിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അതായത് ഇപ്പോൾ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആൽഫയാണ്, കെറ്റ് ആൽഫ, ഓർ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ആൽഫ T0 ഈക്വൽ ടു 0. അതായത് നമ്മളിവിടെ ഫസ്റ്റ് ഇനീഷ്യൽ ടൈം 0 ആണ് എടുക്കുന്നത്. ആ T0 0 ആവുന്ന സമയത്തുള്ള അതിൻ്റെ സ്റ്റേറ്റാണ് ആൽഫ. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓർ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ദിസ്. നമ്മളിങ്ങനെ, അതായത് ആ ഒരു കെറ്റ് ആൽഫേന ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ ടേമിലേക്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഇത് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 ആണ്. അപ്പോൾ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ
ഇത് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്, സി എ ഡാഷ്. അതിന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? സി എ ഡാഷ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വെർ സി എ ഡാഷ് ഈസ് ദ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽഫ കെറ്റ് ആൽഫ T0 = 0 ഈക്വൽ ടു സമേഷൻ എ ഡാഷ് സി എ ഡാഷ് കെറ്റ് ആൽഫ എന്ന് കിട്ടും. ഇനി ഒരു ലേറ്റർ ടൈം ടി ആയിട്ടെടുക്കുക. ഇനീഷ്യൽ ടൈം 0 ആയിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് ടി എന്നൊരു ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു T0ൻ്റെ ടൈമിലുള്ള ആ ഒരു സ്റ്റേറ്റ് കെറ്റിന് മേലിൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ടി എന്ന് പറഞ്ഞൊരു ടൈമിലുള്ള സ്റ്റേറ്റ് നമുക്ക് കിട്ടുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എ സ്റ്റേറ്റ് ഗെറ്റ് ആഫ്റ്റർ എ ടൈം ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ഇവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ഓൺ ദിസ് ഗെറ്റ് ആൽഫ. അതാണിത്. അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു യൂണിറ്റ് ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യാം. അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിന് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സമേഷൻ എ ഡാഷ് ഇങ്ങനെ കിട്ടും. ഇതിൽ വീണ്ടും ഇതിന് നമ്മൾ ഇത് തന്നെയാണ് എന്താണ്? ഈ ഒരു എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അതിന് സി എ ഡാഷ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? സമേഷൻ എ ഡാഷ് സി എ ഡാഷ് ഇ റേസ് ടു മൈനസ് ഐ ഇ എ ഡാഷ് ടി ബൈ എച്ച് ക്രോസ് കെറ്റ് എ ഡാഷ് എന്ന് വരും. അതായത് ഇതിൻ്റെ ഇനീഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു ടൈം ഇവിടെ ടൈം 0 ആവുന്ന സമയത്തുള്ള അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബേസ് ഗെറ്റ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ടൈം 0 എന്ന് പറയുന്ന സമയത്തും നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ് കെറ്റ് എ ഡാഷ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഇനീഷ്യലി അതിൻ്റെ സ്റ്റേറ്റ് കെറ്റ് എ ഡാഷ് ആയിരുന്നു. ആഫ്റ്റർ ടൈം T0യും അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കെറ്റ് എ ഡാഷ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്? ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ആദ്യത്തെ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് എന്തായിരുന്നു? സി എ ഡാഷ് ആയിരുന്നു. ഇവിടെ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സി എ ഡാഷ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ഡാഷ് ടി ബൈ എച്ച് ക്രോസ് ആണ്. ഇവിടെയുള്ള ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് അറ്റ് ടി ഈക്വൽ ടു 0 ആണ്. രണ്ടാമത്തത് എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ടി ഈക്വൽ ടു ടി ആവുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് ടൈം 0 ആയ സമയത്തുള്ള എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ് ഫസ്റ്റത്തത്. രണ്ടാമത്തെ ടൈം ടി ആവുമ്പോഴുള്ളതാണ് ഇത്. അപ്പോൾ ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? അതിൻ്റെ ഈ ഐഗൻ കെറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? അതിൻ്റെ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ആ ഒരു ചേഞ്ചിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ദ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ചേഞ്ചസ് വിത്ത് ടൈം ആസ് സി എ ഡാഷ് അറ്റ് ടി ഈക്വൽ ടു 0 എന്തായിട്ട് മാറി? സി എ ഡാഷ് അറ്റ് ടി ആയിട്ട് മാറി. അത് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് എന്ന് പറയുന്നത് ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇത് തന്നെയാണ്. അതായത് ടൈം 0 ആവുന്ന സമയത്തുള്ള എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അതിനെ ഈ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് അറ്റ് ടി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ദ ഇത്രയും ടൈംസ് ദ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ടി ഈക്വൽ ടു 0. നമുക്ക് അപ്പോൾ ഒരു ആഫ്റ്റർ ടൈം ടി ഉള്ള ആ ഒരു സ്റ്റേറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ എന്ത് മാറുന്നില്ല? ഈ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആ ഒരു ഐഗൻ കെറ്റ്സ് മാറുന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത എ എന്ന് പറയുന്ന അതിൻ്റെ ഐഗൻ കെറ്റ്സ് ആയിരുന്നു നമ്മുടെ കെറ്റ് എ ഡാഷ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ എച്ചിൻ്റെയും ഐഗൻ കെറ്റായിട്ട് കൺസിഡർ ചെയ്തത്. അത് ടൈം ടി 0 ആവുന്ന സമയത്ത് എയിനും എച്ചിനും ഐഗൻ കെറ്റ് സെയിം ആണ്. അതുകൊണ്ട് എയും എച്ചും കമ്മ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞു.
ആ ഒരു ഐഗൻ കെറ്റാണ് നമ്മുടെ എനർജി ഐഗൻ കെറ്റ്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ടൈം ടി നമ്മൾ നോക്കിയ സമയത്തും, അതായത് നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷവും ഇവിടെ എന്ത് മാറുന്നില്ല, ഐഗൻ കെറ്റ് മാറുന്നില്ല. അപ്പോൾ ഒരു ആഫ്റ്റർ എ ടൈം ടിയും വീണ്ടും നമുക്ക് എന്തുതന്നെയാണ് കിട്ടുന്നത്, ഈ എയുടെയും എച്ചിൻ്റെയും ഐഗൻ കെറ്റ്സ് എന്തുതന്നെയാണ്, സിമിലർ ആയിട്ടാണ് കിട്ടുന്നത്. നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത കേസിൽ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് ഒരുപാട് സ്റ്റേറ്റിൻ്റെ ഒരു സമ്മാണ്. അതിന് പകരം നമ്മൾ ചെറിയൊരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്ത് നോക്കാം. അതായത് ഒരു സിംഗിൾ സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കാം. ടൈം ടി ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കെറ്റ് എ ഡാഷ് ആണ്. അതായത് ഒരു സിംഗിൾ സ്റ്റേറ്റ് ആണെങ്കിൽ ആഫ്റ്റർ ടൈം T0 എന്ന് പറയുന്നത് ആ ഒരു ടൈം T0 ആവുന്ന സമയത്തുള്ള ഇതിൻ്റെ മേലെ ഈ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ടി സമയത്തുള്ള സ്റ്റേറ്റ് കിട്ടുക. ഇത് എന്ന് പറയുന്നത് ടൈം 0 ആവുന്ന സമയത്തുള്ളത് കെറ്റ് എ ഡാഷ് ആണ്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ടേം കിട്ടും. ആ ഓരോ ടേമിലും നമുക്കവിടെ എന്താ ഉണ്ടാവുക, ഇ റൈസ് ടു ഉണ്ടാവില്ല. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് -IT/H പോയിട്ട് അവിടെ എന്തായിരിക്കും ഉണ്ടാവുക, എച്ച് എന്തിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുക, ഈ എ ഡാഷ് കെറ്റ് എ ഡാഷിൻ്റെ മുകളിൽ എച്ച് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് കിട്ടും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഇ എ ഡാഷ് കെറ്റ് എ ഡാഷ് എന്ന് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിൽ നിന്ന് കെറ്റ് എ ഡാഷ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കും. വീണ്ടും നമുക്കൊരു എക്സ്പാൻഷൻ കിട്ടും. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പിലൊക്കെ നമ്മൾ ചെയ്തതുകൊണ്ടാണ് ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തത്. എപ്പോഴും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമാണ്, അതായത് എച്ച് ആ ഒരു സ്റ്റേറ്റ് കെറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ ഇ എ ഡാഷ് എന്ന് എഴുതാൻ പറ്റൂ. അല്ലാതെ ഈ ഒരു എക്സ്പൊണൻഷ്യൽ ടേമിൽ എച്ചിന് പകരം ഇ എ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല, ഇ എ ഡാഷ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എച്ച് ആ ഒരു കെറ്റ് എ ഡാഷിൻ്റെ മുകളിൽ ആക്ട് ചെയ്യും. അന്നേരം അത് ഇ എ ഡാഷ് കെറ്റ് എ ഡാഷ് ആയിട്ട് മാറും. വീണ്ടും അതിൽ നിന്ന് കെറ്റ് എ ഡാഷ് കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഈ ഒരു എക്സ്പൊണൻഷ്യൽ ടേമിലേക്ക് മാറും. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, ഇനീഷ്യലി അതിൻ്റെ സ്റ്റേറ്റ് ഏതാണോ അത് തന്നെയായിരിക്കും ഫൈനൽ ഒരു ടൈം ടി കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ സ്റ്റേറ്റ്. ഇവിടെ അതിൻ്റെ മേലെ, അതായത് ടൈം ടി ആവുന്ന സമയത്തുള്ള അതിൻ്റെ മേലെയും നമ്മൾ എച്ച് ആക്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റിൻ്റെ മേലെ എച്ച്, അതായത് ഈ കെറ്റ് എ ഡാഷിൻ്റെ മേലെ എച്ച് ആക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഐഗൻ കെറ്റ് ആയതുകൊണ്ട് അവിടെ ഐഗൻ വാല്യൂ ഇ എ ഡാഷ് ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെയും ആ ഒരു ഐഗൻ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ ടൈം ടി ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സ്റ്റേറ്റിന് മുകളിൽ എച്ച് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇതായിരിക്കും. അവിടെ ഇതാണ് ആഫ്റ്റർ എ ടൈം ടി ഉള്ള നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവിടെ എച്ച് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് എടുക്കും. പിന്നെ അവിടെ എച്ച് കെറ്റ് ആൽഫയാണ് ഉണ്ടാവുക. എച്ച് കെറ്റ് ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് തന്നെ കിട്ടും, ഇ എ ഡാഷ് കെറ്റ് എ ഡാഷ് എന്ന് കിട്ടും. ആൽഫയല്ല എ ഡാഷ് ആണ്. അപ്പോൾ ഇവിടെ ഈ എച്ച് കെറ്റ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക, ഇ എ ഡാഷ് കെറ്റ് എ ഡാഷ് ആണ് കിട്ടുക. അത് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറും, ഇ എ ഡാഷ്. അവിടെ ഇ റൈസ് ടു -IEAT/H ക്രോസ് അവിടെ തന്നെ ഉണ്ട്. എച്ച് കെറ്റ് എ ഡാഷ് ഇ എ ഡാഷ് കെറ്റ് എ ഡാഷ് ആയിട്ട് മാറും. ഇത് എന്ന് പറയുന്നത് എന്താണ്, ഇതല്ലേ. അപ്പോൾ നമുക്കവിടെ ഇ എ ഡാഷ് കെറ്റ് ആൽഫ T0, T എന്നെഴുതാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ആ ഒരു ഹാമിൽട്ടോണിയൻ ഈ ഒരു എനർജി ഐഗൻ കെറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഐഗൻ വാല്യൂ ഇ എ ഡാഷ് കെറ്റ് എ ഡാഷ് ആണ് കിട്ടിയത്, സെയിം ആണ് കിട്ടുന്നത്. അതാണ് നമ്മൾ ഈ ഇതാണ് എനർജി ഐഗൻ കെറ്റ്, ഇതാണ് അതിൻ്റെ ഐഗൻ വാല്യൂ. ആഫ്റ്റർ ടൈം ടി
ടി എന്നൊരു ടൈം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എച്ച് ആ ഒരു സ്റ്റേറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? സെയിം സ്റ്റേറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഐഗൻ വാല്യൂ ഇ ഡാഷ് തന്നെയാണ്. അതായത് ഇഫ് ദ സിസ്റ്റം ഈസ് ഇനീഷ്യലി എ സൈമിൾട്ടാനിയസ് ഐഗൻ സ്റ്റേറ്റ് ഓഫ് എ ആൻഡ് എച്ച്. എ ആൻഡ് എച്ചിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എയിൻ്റെയും എച്ചിൻ്റെയും ഐഗൻ സ്റ്റേറ്റ് സിമിലർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ടൈം ടി എന്നൊരു ടൈം കഴിഞ്ഞാലും അതിൻ്റെ ഐഗൻ സ്റ്റേറ്റ് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം എ ആൻഡ് എച്ച് ആണ് കമ്മ്യൂട്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞത്. അതിന് പകരം ഒരുപാട് ഒബ്സർവബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. എ ബി സി ഇങ്ങനെ കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. എയുടെ ബേസ് കിറ്റ്സ് എ ഡാഷ്, ബീൻ്റെത് ബി ഡാഷ്, സീൻ്റെ സി ഡാഷ്, അങ്ങനെ കുറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓരോന്നിനും ഡിഫറെൻറ്റ് ബേസ് കിറ്റ്സ് അല്ലെങ്കിൽ ഐഗൻ കിറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ബിയും സിയും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്, എയും സിയും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എയും എച്ചും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബിയും എച്ചും അതുപോലെ തന്നെ സിയും എച്ചും കമ്മ്യൂട്ട് ചെയ്യും. അങ്ങനെ കമ്മ്യൂട്ട് ചെയ്യുമ്പം ഇനീഷ്യലി നമ്മൾ ഇവയുടെയൊക്കെ ഐഗൻ കിറ്റ്സ് നമ്മൾ സിമിലർ ആയിരിക്കും. അതുപോലെ തന്നെ ആഫ്റ്റർ ടൈം ടി അതിൻ്റെ ഐഗൻ കിറ്റ്സ് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. അതിനെ നമുക്ക് ഇനി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? e⁻−ht. നേരത്തെ നമ്മൾ ഗെറ്റ് എ ഡാഷ് എന്ന് പറയുന്നതിൻ്റെ അവിടെ എന്താ ഉണ്ടാവുക? കെ ഡാഷ് ആണ് ഉണ്ടാവുക. ആ കെ ഡാഷ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഓപ്പറേറ്ററിൻ്റെയും ബേസ് കിറ്റ്സ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കെ ഡാഷ് കിട്ടും. അതായത് എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ് ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കെ ഡാഷ് എന്ന് കിട്ടും. ഇതാണ് എനർജി ഐഗൻ കിറ്റ്സ് എന്ന് പറയുന്ന ഇത്.